ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ് ആണല്ലേ. നമ്മൾ 2 ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്ന എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. തുടങ്ങാം. ഞാൻ ഈ ഒരു ഹാൻഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ വേറൊരാളെ കയ്യിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഹാൻഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങിയാലോ. റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ഒരു 4 ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ തിന്നായിട്ടുള്ള 4 ലൈൻ ചെയ്ത് കൊടുക്കാം. ഡ്രൈപ്പിംഗ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതേ ലെവലിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഫോർ ലൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്, ഇതിൻ്റെ സെൻറ്ററിലുള്ള 2 ലൈൻ എന്ത് ചെയ്തു, നമ്മൾ തിക്ക് ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ 2 ലൈനിനെ തിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ 2 സൈഡിലും ഹംസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഹംസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലൈനിൽ ചെയ്ത് കൊടുത്തു. ഇനി താഴെയുള്ള ലൈനിലും ഹംസ് തന്നെ ചെയ്ത് കൊടുക്കാം. നല്ല നീറ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ഇതേ ലെവലിൽ തന്നെ ഹംസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 2 ലൈനിലും 4 ലൈൻ സെറ്റ് ചെയ്തു. സെൻറ്ററിലുള്ളത് ബോൾഡ് ചെയ്ത് കൊടുത്തു. 2 വശത്തും ഹംസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത്, നമ്മൾ സ്പൈറൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്പൈറൽ താഴെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ബോർഡറിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബോർഡറാണ്. അപ്പോൾ ഈ ഒരു ബോർഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു സ്പൈറൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പൈറൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്പൈറലിൽ ഹംസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹംസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്പൈറൽ വിത്ത് ഹംസിൻ്റെ മുകളിലായിട്ട് ഇതുപോലുള്ള പെറ്റലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രിൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫ്രിൽസ് കുറച്ച് അത്യാവശ്യം ഈ ഒരു സൈസിൽ ചെയ്ത് കൊടുക്കാം. നമുക്കത് പെറ്റൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ ഒരു ഫ്രിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ ക്രിയേറ്റ് ആവും. ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, ഫ്രിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ളൊരു ഫ്ലവർ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഷെയ്ഡിങ് എഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ലൈന് ഇതുപോലെ ലൈറ്റായിട്ട് ലൈന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രഷർ കുറച്ച് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ഒരു 2 ലൈന് ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പെറ്റൽസിനെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബോൾഡ് ചെയ്യാം. ബോൾഡായിട്ടുള്ള ഒരു ഫ്ലവർ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ നമ്മൾ ഈ ബാക്കിയുള്ള ഹംസിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, ഇവിടെ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ താഴെ നമുക്ക് ഡ്രോപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഡ്രോപ്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒരു ലെങ്തി ആയിട്ടുള്ള ഡ്രോപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് അതിനേക്കാളും സൈസ് കുറച്ചിട്ടുള്ള ഡ്രോപ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസിൽ ഔട്ടർ ലൈനിൽ എന്ത് ചെയ്തു, ഓരോരോ കോർണറിലും 3 ഡ്രോപ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാം സൈഡ്, നമ്മളെ കൈൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് പാം സൈഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത്, ഇവിടെ സ്പൈറൽ വിത്ത് ഹംസ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയിൽ നന്നായിട്ട് ലൂപ്പ് ചെയ്തിട്ടുള്ള സ്പൈറൽ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഹംസ് സെറ്റ് ചെയ്യാം.
ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്പൈറൽ വിത്ത് ഹംസ് ഈ ഒരു ലൈനിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്പൈറലിൽ നിന്ന് ഹാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ലൈന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഒരു 2 ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ബ്രേക്ക് ആയാൽ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാം. പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. ആ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ആയ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അകത്താണ് ഫില്ലിങ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫില്ലിങ് കൊടുക്കുന്നത്? നമ്മൾ ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ലൈന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലുള്ള ആ ഒരു ലൈന് ആ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വരുന്ന ആ ഒരു കേർവി ആയിട്ടുള്ള ലൈനിലേക്ക് ഒരു ലൈന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ 2 സൈഡും ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി വീണ്ടും അതിൻ്റെ 2 സൈഡിലുള്ള ലൈന് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈനൂടെ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഇതേ ലെവലിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടേക്ക് ലൈന് കണക്ട് ചെയ്ത് കൊടുത്തു ഈ ഒരു ലൈനിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ലൈനിൽ നിന്ന് എൻഡിലുള്ള ആ ഒരു ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ലെവലിൽ ലൈൻ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഓരോ ലൈനിൻ്റെയും ഈ ഒരു കോർണറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡോട്ട്, ആ ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സെയിം നമ്മളിപ്പോൾ ചെയ്ത ഇതേ ലെവലിൽ തന്നെ ഓരോ കോർണറും ചെയ്തെടുക്കാം. ഇതേ ലെവലിൽ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ലൈൻ ചെയ്തു, അതിൻ്റെ കോർണറിൽ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ബോർഡറിലേക്ക് ഹംസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹംസാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഹംസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഒരു ഫ്ലവർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നേരത്തെ കൊടുത്ത അതേ സൈസിലുള്ള പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കൊടുത്തതുപോലെ ലൈന് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് ഒരു 3 ലൈനാണ് ലൈറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു പ്രഷർ കൊടുത്ത് ലൈൻ സെറ്റ് ചെയ്യുക. ഫെയ്ഡാവുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഡോട്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ പെറ്റൽസ് എന്ത് ചെയ്തു? നന്നായിട്ട് ബോൾഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഒരു ഫ്ലവർ കൂടെ സെറ്റ് ചെയ്യാം. വീണ്ടും ഈ ഒരു കോർണറിൽ എന്ത് ചെയ്തു? സ്പൈറൽ ചെയ്ത് കൊടുത്തു. വീണ്ടും ഹംസ് സെറ്റ് ചെയ്യാം. വീണ്ടും സെയിം പെറ്റൽസ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെയ്യാം. സെയിം ഷെയ്ഡിങ് തന്നെ ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് താഴോട്ട് ലൈറ്റായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. ശേഷം നേരത്തെ ചെയ്ത് അതേ ലെവലിൽ ബോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലവർ കൂടെ ഇതേപോലെ തന്നെ ഇവിടെയും കൂടെ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫിംഗറിൻ്റെ ടിപ്പ് ഫില്ല് ചെയ്യണം അല്ലേ? അപ്പം ടിപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെവലിൽ ഒരു 2 ലൈൻ സെറ്റ് ചെയ്യാം. 2 ലൈൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്ത് കൊടുത്തു? ഹംസ് ചെയ്ത് കൊടുത്തു. ഹംസിൽ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ശേഷം ഈ ഒരു ടിപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതേപോലെ ഔട്ടർ ലൈൻ വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ലെവലിൽ ടിപ്പ് ഫില്ല് ചെയ്യാം.
നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഹംസിന് എന്ത് ചെയ്തു, നന്നായി ബോൾഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ബോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈനൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇവിടെ നമുക്കൊരു നമ്മൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഒരു ഹാഫ് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെക്ക് ബോക്സ് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ലൈന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡിലേക്കും ലൈൻ ചെയ്യാം. നമ്മൾ ബോക്സ് കോളം വരഞ്ഞു കൊടുക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്തതിന് ശേഷം ഓരോ കോളം വിട്ടിട്ട്, ഓരോ ബോക്സ് ഇടവിട്ട് അതിലേക്ക് ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഓൾ ജസ്റ്റ് ഒന്ന് വെച്ച് പ്രഷർ കൊടുത്താൽ ആ ഒരു ചെറിയ ബോക്സ് ഫില്ലായി കിട്ടും. ഇങ്ങനെ ഓരോ ബോക്സും ഇടവിട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു ലൈനൂടെ സെറ്റ് ചെയ്യുക. പിന്നെ ഹംസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹംസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പെറ്റൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്, ഫ്രിൽസ്. ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഡോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പെറ്റലിനും ഡോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പെറ്റലിൻ്റെ അകത്തായിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു ഫിംഗേഴ്സിൻ്റെ ഭാഗത്തേക്ക് ഒരു ലൈന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മളിതിൽ ഡ്രോപ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. സ്ലാൻഡിങ് ആയിട്ട് ഡ്രോപ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൈനിൽ ഡ്രോപ്സ് സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ ലെവലിൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്ലവറിൽ നിന്ന് ഫിംഗേഴ്സിലേക്കാണ് ലൈൻ വിത്ത് ഡ്രോപ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫിംഗേഴ്സിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ടിപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ടിപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഹംസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡോട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ ഔട്ടർ ലൈൻ വരഞ്ഞു കൊടുത്ത് ഈ ഒരു ടിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഈ ഒരു ഫിംഗേഴ്സിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്ലാൻഡിങ് ആയിട്ട് 4 ലൈൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിന്നായിട്ടുള്ള ലൈൻ ചെയ്യുക. സെൻറ്ററിലുള്ളത് ബോൾഡ് ചെയ്ത് കൊടുക്കുക, തിക്കാക്കി കൊടുക്കുക. ഇതിൽ 2 സൈഡിലും ഹംസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫിംഗേഴ്സിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലുള്ളത് ബോൾഡ് ചെയ്ത് കൊടുക്കുക. സെയിം നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ ഹംസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഹംസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, താഴെ ഫ്രിൽസ് ചെയ്ത് കൊടുത്തു. ഫ്രിൽസിൽ ഡോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡോട്ടഡ് ഫ്രിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് മുകളിലും ഒരു ഫ്രിൽസ് ചെയ്യാം, ഡോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫിംഗേഴ്സിലേക്ക് ഇവിടെ നിന്ന് ഫ്രിൽസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഹംസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹംസാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഡോട്ട് ചെയ്യാം. ടിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോൾഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് താഴെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ടിപ്പൊന്ന് നേരത്തെ കൊടുത്ത അതേ മെത്തേഡിൽ ഔട്ടർ ലൈൻ കൊടുക്കാം. അതിനുശേഷം ആ ഒരു ടിപ്പ് ഫുൾഫില്ലിങ് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ 2 days ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് എലമെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി ഹെന്നയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. ജസ്റ്റ് എന്താണ് ഡോട്ട്, ലൈന്, അതുപോലെ സ്പൈറൽ, ഹംസ്, അതുപോലെ ചെക്ക് ബോക്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എലമെൻറ്റ് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 2 days ക്ലാസ് കൊണ്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓൺലൈനായിട്ടൊരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഈസി ആയിട്ടൊരു ബ്രൈഡൽ ഡിസൈൻ വരെ സെറ്റ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സും അതുപോലെ ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലുള്ള ഡിസൈൻസും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ 3 ടൈപ്പ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 days മൈക്രോ മെഹന്തി കോഴ്സ്, അതുപോലെ 1 month അഡ്വാൻസ് ലെവൽ, പിന്നെ ഡിപ്ലോമ. ഇങ്ങനെ 3 ടൈപ്പ് കോഴ്സ് ഉണ്ട്. നിങ്ങൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ.